ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ ദേവുവും രേവതിയും സംസാരിക്കുന്ന സീനാണ്. അങ്ങനെ നമ്മുടെ രേവതി പറയാ, സർപ്രൈസ് ആയിട്ട് ആണ് ഞാൻ കാറ് കൊടുക്കാൻ പോകുന്നത്. ഓഹോ, അങ്ങനെ ഭർത്താവിന് ഭാര്യയുടെ പ്രണയ സമ്മാനം. ചേച്ചി വേറെ ലെവലാണല്ലോ. നീ കളിയാക്കുമൊന്നും വേണ്ട ദേവു. ഇതിപ്പോ എങ്ങനെ നടപ്പിലാക്കുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ തലയ്ക്ക് തീ പിടിച്ച് നടക്കുക. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തില് സ്വന്തം ചേച്ചീനെ സഹായിക്കേണ്ടത് എന്റെയും കൂടെ ഉത്തരവാദിത്വമാണല്ലോ. വിഷമിക്കണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം. ഏ, നീ എന്താ പറഞ്ഞത്? എന്ത് വഴി? അല്ല, നിന്റെ കയ്യിലുണ്ടോ അത്ര ക്യാഷ്? പോവാ. ഈ അടുത്ത കാലത്ത് 25,000 രൂപ എന്നൊക്കെ ആരെങ്കിലും എന്നോട് പറയുന്നത് തന്നെ ഇപ്പോഴാ. പിന്നെയല്ലേ പൈസ. എന്റെ ചേച്ചി, എന്റെ കയ്യിൽ എവിടെന്ന ക്യാഷ്? അല്ല, പിന്നെ നീ പറഞ്ഞതോ? ആ, വഴിയുണ്ടാക്കാന്നല്ലേ ഞാൻ പറഞ്ഞത്, അല്ലാതെ ഞാൻ തരാന്നല്ലല്ലോ. നമ്മുടെ രുക്മിണി ചേച്ചിക്ക് പരിചയമുള്ളൊരു പലിശക്കാരനുണ്ട്. നമുക്ക് അയാളോടൊന്ന് ചോദിച്ചു നോക്കാം. അയ്യോ, പലിശക്കാരുമായിട്ടുള്ള ഇടപാടൊന്നും വേണ്ട മോളെ. നമ്മുടെ അനുഭവം അറിയാലോ. കാശിന് ആവശ്യം വരുമ്പോൾ നമ്മളെപ്പോലെ ഉള്ളവർ പിന്നെ എന്ത് ചെയ്യും? നമ്മളെപ്പോലെ ഉള്ളവര് ഇങ്ങനെയൊക്കെയല്ലേ പലിശയ്ക്ക് പൈസ മേടിക്കാൻ പറ്റത്തുള്ളൂ. ഗജാനന്ദനെ പോലെ കുഴപ്പക്കാരനൊന്നും അല്ലെന്നേ. ചേച്ചിയുടെ കട കണ്ടാല് അയാൾ 20ഓ 50ഓ ഒക്കെ തരും, ഒന്നും പറയാതെ തരും. ഞാൻ സംസാരിക്കാം, എന്നിട്ട് ഞാൻ ആളെ കടയിലേക്ക് പറഞ്ഞു വിടാം. എങ്ങനെയുണ്ട്? അല്ല, നടക്കോടി വല്ലതും? നടക്കുന്നേ, ഈ ദേവു നടത്തും. എന്തായാലും എന്റെ ചിന്താവിഷ്ടയായ ശകുന്തള അധികം ഒന്നും ചിന്തിക്കാതെ പരിസരബോധത്തോടെ നടന്നിട്ട് വീട്ടിൽ പോ. ഇത് ഞാൻ സംസാരിച്ച് റെഡിയാക്കിക്കോളാം. ഇതൊക്കെ സിമ്പിൾ കേസല്ലേ ദേവുവിന്. ഞാൻ വിളിക്കാം. ഇപ്പൊ ചേച്ചി പൊക്കോ എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ദേവും പോകുന്നു. അവിടുന്ന് രേവതിയും പോവുകയാണ് കേട്ടോ. രേവതിക്ക് കുറച്ച് ആശ്വാസമൊക്കെ ആയി. ഏതായാലും ഈ സീന് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് പലിശക്കാരനും കേട്ടോ. പലിശക്കാരൻ വന്ന് നമ്മുടെ രേവതിയുടെ കടയുടെ ആ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പം വീടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ പലിശക്കാരൻ. അപ്പൊ നമ്മുടെ ചന്ദ്ര ഇതങ്ങോട്ട് കണ്ടു. ചന്ദ്രക്ക് ഇത് കണ്ടിട്ട് വല്ല സമാധാനവും ഉണ്ടോ? നോക്കിയപ്പോ അയാൾ അങ്ങോട്ടും നോക്കുന്നു, ഇങ്ങോട്ടും നോക്കുന്നു, വീട് നോക്കുന്നു, പൂക്കട നോക്കുന്നു. ആകെ മൊത്തം നോട്ടം. ചന്ദ്രക്കാണ് വല്ലാത്ത സംശയം. ആഹാ, ഈ കൊച്ചു വെളുപ്പം കാലത്ത് ആരാണോ വന്ന് എന്റെ വീടും ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? അങ്ങനെ ആയാൽ ശരിയാവില്ലല്ലോ എന്ന്. അപ്പം പെട്ടെന്ന് ഇയാളെ കടയൊക്കെ ഇങ്ങനെ അവിടെ മറച്ചിട്ടിരുന്ന കടയൊക്കെ ഇങ്ങനെ പൊക്കി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ചന്ദ്ര ഇങ്ങോട്ട് വന്നു. ചന്ദ്ര ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, അല്ല, താൻ ആരാ? ഏ, ഞാൻ ആരാണെന്നോ? അല്ല, നിങ്ങളാരാ? ആഹാ, അത് കൊള്ളാം. അതല്ലേ ഞാൻ ചോദിച്ചത്, നിങ്ങൾ ആരാണെന്ന്. ഞാന് രാജേന്ദ്രൻ. രാജേന്ദ്രനോ? ഏത് രാജേന്ദ്രൻ? ഹാഹാ, പേര് പറയുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ നിങ്ങൾ അത്രയ്ക്ക് ഫേമസ് ആയ ആള് വല്ലോ ആണോ? ആരാന്ന് ചോദിച്ചാൽ പേരല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അല്ല, നിങ്ങൾ ആരാന്ന് ആദ്യം പറ. എന്തിനാ ഇവിടെ ചുറ്റി തിരിഞ്ഞ് കളിക്കുന്നത്? ഞാൻ കട നോക്കിയതാ. ഇതെന്താ വലിയ സ്വർണ്ണ മാളിക ഇവിടെ ചുറ്റി തിരിഞ്ഞ് നോക്കാന്? അല്ല, നിങ്ങൾ ആരാന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ രാജേന്ദ്രൻ. നിങ്ങളാരാ? ഞാന് ചന്ദ്രമതി. ഓ, ചന്ദ്രമതി. ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ്. ഓ, ഈ ചന്ദ്രമതി നിങ്ങളായിരുന്നോ? ഓ, ഹാ ഹാ ഹാ. അല്ല, ഈ പൂക്കട നിങ്ങളുടേതാണോ? ദേ, ഒന്നും മിണ്ടാതിരുന്നോളാം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ വായിൽ നിന്ന് നല്ലത് കേൾക്കുമെന്ന് പറയും. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് രേവതിനെ കാണിക്കുന്നത്. രേവതിനെ ദേവ് ഫോൺ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ദേവ് പറയാണ്, പുറത്ത് കടക്കാരൻ വന്നിട്ടുണ്ട്. കടക്കാരനല്ല, പലിശക്കാരൻ വന്നിട്ടുണ്ട്. ചേച്ചി ഒരു കാര്യം ചെയ്യ്, പുറത്തേക്ക് ഇറങ്ങി ചെല്ല, അയാളിപ്പോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആണോ, എനിക്ക് പിന്നെ ഞാൻ ഇപ്പൊ തന്നെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി പുറത്തേക്ക് ചെല്ലുകയാണ്. അവിടെയാണെങ്കിലും നല്ല ഫൈറ്റിങ് നടക്കുക ചന്ദ്രയും പലിശക്കാരനുമായിട്ട്. ചന്ദ്രയല്ലേ, ചന്ദ്രയുടെ നാക്ക് വെടിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചൊറിയുന്ന വർത്താനം മാത്രമല്ലേ വീഴത്തുള്ളൂ. അയാളോട് അതും ഇതും ഒക്കെ പറയുന്നു. അയാൾക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടപ്പെടുന്നുമില്ല. ഏതായാലും പെട്ടെന്ന് നമ്മുടെ രേവതി വന്നു കേട്ടോ. രേവതി വന്നിട്ട്, അതെ, ഞാനാ രേവതി, ഞാനാ, ഈ ഈ പൂക്കട എന്റെയാ എന്നിങ്ങനെ പറഞ്ഞു. ഓഹോ, ഒരു ഒരു ഇതും ഇല്ലല്ലോ. ചന്ദ്രമതി എന്ന് പൂക്കടയ്ക്ക് പേര് വിട്ടിരിക്കുന്നു. അല്ല, നീയാണ് ഈ പൂക്കടക്കാരി എന്ന് പറയുകയും ചെയ്യുന്നു. ഈ സ്ത്രീയുടെ പേര് ചന്ദ്രമതി എന്നതാനും. അങ്ങോട്ടും കൂട്ടി വായിച്ചിട്ട് ഒരു ഇതും അങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ. അല്ല, ഇതിപ്പോ ആരാ കള്ളം പറയുന്നത്? അയ്യോ, കള്ളം പറയുന്നതല്ല സാറേ, ഇത് എന്റെ അമ്മയാ, എന്റെ അമ്മായിമ്മയാ. എന്റെ അമ്മായിമ്മയുടെ പേരാ ഞാൻ എന്റെ പൂക്കടക്കിട്ടിരിക്കുന്നത്. ഓ, അങ്ങനെ ഇരിക്കട്ടെ. ആഹാ, അപ്പൊ കൊള്ളാലോ. അല്ല, ഈ മരുമൊക്കെ ഈ അമ്മായിയമ്മയോട് ഇത്ര സ്നേഹമോ? ഓഹോ, അതേതായാലും കലക്കി. ആദ്യമായിട്ടാട്ടോ ഞാൻ ഇങ്ങനെ ഒരു അമ്മായിയമ്മയുടെ പേര്
ഒരു മരുമകളുടെ കടയ്ക്ക് ഇട്ടേക്കുന്നത് കാണുന്നതെന്ന് പറഞ്ഞപ്പം, ഓ പിന്നെ ഞാൻ ആദ്യമായിട്ടൊന്നും അല്ല കാണുന്നത്. ഇവിടെ ബ്യൂട്ടി പാർലറിന് വരെ എന്റെ പേരായിട്ടിരിക്കുന്നത്. ഓ ആണോ? ആ ഏതായാലും കൊള്ളാം കൊള്ളാം. അല്ല രേവതി, ഞാൻ വന്നത് എന്തിനാണെന്ന് അറിയാലോ. രേവതി എന്നോട് കുറച്ച് പൈസ ഒക്കെ വേണമെന്ന് പറഞ്ഞെന്ന് കേട്ടു. എന്താ, ഈ ഡീലൊക്കെ അങ്ങോട്ട് വായിച്ചു നോക്ക്. ഈ ഡീല് വായിച്ചു നോക്കി ഒപ്പിട്ട് കഴിഞ്ഞാൽ പൈസ ഇപ്പൊ തരാന്ന് പറഞ്ഞു. ചന്ദ്ര ഇത് കേട്ടോണ്ട് നിൽക്കാട്ടോ. ചന്ദ്രക്ക് ഇത് കണ്ടിട്ട് അങ്ങ് ദഹിക്കുന്നില്ല. ഇത്രയും പൈസയോ? ഇവക്കിപ്പൊ ഇത്രയും പൈസ എന്തിനാ? പൂ കെട്ടിയിട്ട് ഇപ്പം കൈ നിറയെ പൈസ കിട്ടിയിരിക്കുകയല്ലേ, പിന്നെ എന്തിനായിരിക്കും ഇവൾക്ക് ഇത്രയും പൈസ എന്ന് ചിന്തിക്കും. ആരാണെങ്കിലും ചിന്തിക്കൂല. അപ്പൊ നമ്മുടെ ചന്ദ്രപതി ചിന്തിക്കുകയാണ്. അപ്പോഴത്തേക്കും ആ ഡീലൊക്കെ വായിച്ചു നോക്കുന്നത് നമ്മുടെ രേവതി ഈ ഡീലൊക്കെ വായിച്ചു നോക്കിയിട്ട്, ഇതൊക്കെ അതുപോലെ തന്നെ ഞാൻ അനുസരിച്ചോളാം സാറേ, എന്നാ പിന്നെ ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കുന്നു. അയാൾ പൈസയും കൊടുക്കുന്നു. അയാൾ പൈസ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ പറയുന്നുണ്ട് മാസാമാസം കറക്റ്റായിട്ട് പലിശ അടച്ചേക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അയാൾ അങ്ങ് പോയി. അയാളങ്ങ് പോയപ്പം രേവതി ഇങ്ങനെ നിൽക്കുക. അപ്പൊ പെട്ടെന്ന് ചന്ദ്ര വന്നിട്ട്, എടി നിക്കടി അവിടെ, എന്തിനാടി നിനക്കിപ്പം പൈസ? നീ എന്തിനാടി പൈസ പലിശക്ക് എടുത്തത്? ഓഹോ, എന്റെ വീട് കാണിച്ചിട്ട് നീ പലിശക്ക് എടുത്തതല്ലേ പൈസ? എന്റെ പൊന്നമ്മ, അമ്മയുടെ വീട് കാണിച്ചിട്ടൊന്നുമല്ല. അല്ലെങ്കിലും കണ്ടവരുടെ വീട് കാണിച്ചിട്ട് എനിക്ക് പലിശക്ക് പൈസ എടുക്കേണ്ട കാര്യമില്ല. എന്റെ ഭർത്താവ് എനിക്കൊരു കട ഇട്ട് തന്നിട്ടുണ്ട്. ഈ കട കണ്ടിട്ടാ എനിക്ക് അയാള് പൈസ തന്നത്. അയ്യോ, മണിമാളികയല്ലേ നിന്റെ കട? ഇതെന്താ സ്വർണ്ണക്കടയോ? കട കാണിച്ചിട്ട് പൈസ തരാന്? അല്ലെങ്കിൽ പിന്നെ എന്താ ഇതെന്താ, എന്തെങ്കിലും സ്വർണ്ണം ഉരുക്കുന്ന സ്ഥലമോ? എടി, ഒരു പൂക്കാരിയല്ലേടി നീ? വെറും പൂ കെട്ടുന്ന കട കാണിച്ചിട്ട് നിനക്ക് പലിശയ്ക്ക് പൈസ തരാനേ അയാൾ വിഡ്ഢിയൊന്നുമല്ല. അയാൾ ഈ വീട് കണ്ടിട്ട് തന്നെയാ. എന്റെ പൊന്നമ്മ, എന്നെ ഒന്ന് വെറുതെ വിടുവോ? അയാൾ ഈ വീട് കണ്ടിട്ടൊന്നുമല്ല, ഈ കട കണ്ടിട്ടാ എന്റെ കയ്യിൽ നിന്ന് അയാൾ എനിക്ക് പൈസ തന്നത്. ഇത് മാസാമാസം ഞാൻ കൊടുക്കുകയും ചെയ്യും. ദേ, അമ്മയോട് സംസാരിച്ചോണ്ടിരിക്കാൻ എനിക്ക് തീരെ സമയമില്ല കേട്ടോ. അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യാം, പോകാൻ നോക്കാൻ പറഞ്ഞു. അല്ല, എന്തിനാ നീ ഇപ്പൊ ഈ പലിശയ്ക്ക് പൈസ എടുത്തത്? അതെങ്കിലും നീ ഒന്ന് പറഞ്ഞിട്ട് പോ. ഈ പലിശയ്ക്ക് പൈസ എടുത്തത് എന്തിനാണെന്ന് ഇപ്പൊ ഞാൻ അമ്മയോട് തൽക്കാലം പറയുന്നില്ല. അല്ല, അമ്മയ്ക്ക് വഴിയെ മനസ്സിലാക്കിക്കോളൂ. അതിപ്പോ ഞാൻ പറഞ്ഞു ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ആരോടും. ഇത് ഞാനല്ലേ എടുത്തത്, ഞാനല്ലേ ഇത് അടയ്ക്കേണ്ടത്. അപ്പൊ പിന്നെ ആരോടും പറഞ്ഞു ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ശരി, നിന്റെ നാക്കങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുകയാണല്ലോ. നിന്റെ കെട്ടിയോ നിന്നോട് നിനക്ക് കൂട്ടു നിൽക്കാന്ന് പറഞ്ഞേ നീ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തോടി. നിന്റെ കെട്ടിയോനെ എത്ര ദിവസം നിന്റെ കൂടെ നിൽക്കൂടി? 2 ദിവസം ഒത്തുചേർന്ന് പോയ 3-മത്തെ ദിവസം രണ്ടും കൂടെ പിരിഞ്ഞു നടക്കും അടിപിടിയായിട്ട്. എന്നിട്ടാ അവളുടെ ഒരു അഹങ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങ് കയറി പോവാണ്. ഈ സീൻ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതിനെയും മീരേനെയാണ് കേട്ടോ. അങ്ങനെ മീരയോട് ശ്രുതി കാര്യങ്ങളൊക്കെ പറയാണ്. വേറെ ഒന്നുമല്ല, ഒരു ദിവസം അവള് വീടുണ്ടല്ലോ പൂ മാർക്കറ്റ് ആക്കി. അവളുണ്ടല്ലോ ആരാ സൈസ് എന്നറിയാമോ? പിന്നെ ഒരു ദിവസം അത് പൂ മാർക്കറ്റ് ആക്കി എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും പൂ മാർക്കറ്റ് ആക്കാൻ പറ്റില്ലല്ലോ. ഒരു ദിവസം ഒരു 10-500 മാല കിട്ടിയെന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും കിട്ടാനും പോകുന്നില്ല. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ശ്രുതി. അതേ, അവക്ക് നന്നായിട്ട് മാല കോർക്കാൻ അറിയാമെങ്കിൽ അവളെ തേടി പിടിച്ച് ആൾക്കാർ അങ്ങോട്ടേക്ക് വരും. ഇപ്പൊ ഈ പൂ മാർക്കറ്റിനൊക്കെ നല്ല നല്ല ഡിമാൻഡാ. അത് നിനക്ക് അറിയത്തില്ലാഞ്ഞിട്ടാ. ദേ, ഇപ്പോഴത്തെ കല്യാണങ്ങളും അതുപോലെ തന്നെ ഇപ്പൊ ഗർഭിണിയായി കഴിഞ്ഞാൽ വരെ ഒരു 3-4 ഫംഗ്ഷൻ നടത്തും. അതിനൊക്കെ ആവശ്യം ഈ പൂ തന്നെയാ. അതുകൊണ്ട് നീ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ശ്രുതിക്കും ഒരു ചെറിയ വെപ്രാളമൊക്കെ കയറുകയാണ് കേട്ടോ. എന്റെ ഈശ്വര, ഇനിയിപ്പോ രേവതി വല്ല പണക്കാരി എങ്ങാണോ ആയി പോയാലോ പൂവിച്ചിട്ട്. ഏതായാലും ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബ്യൂട്ടി പാർലറിന്റെ വെളിയിൽ നമ്മുടെ ശ്രുതി വരുന്നത്. എന്നിട്ട് ഒരു സ്റ്റാഫിനോട് നമ്മുടെ ശ്രുതി പറയാ, അതെ ശ്രുതി ഉണ്ടോ ഇവിടെ? ഉണ്ടല്ലോ. എങ്കിൽ പിന്നെ ഞാൻ വന്നിട്ടുണ്ടെന്നേ ഒന്ന് പറഞ്ഞേരെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് ആ സ്ത്രീ അങ്ങോട്ട് പോയിട്ടോ നമ്മുടെ ശ്രുതിനെ വിളിക്കാനായിട്ട്. അപ്പം ശ്രുതി അവിടെ നിൽക്കുക. ശ്രുതി അവിടെ നിന്നിട്ട് സെറ്റപ്പ് ഒക്കെ കൊള്ളാന്നൊക്കെ പറഞ്ഞ് ഇനി ചുറ്റും നോക്കുക. ചുറ്റും നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ദേ, പേരിന് മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഗ്രീൻലാൻഡ് എന്ന പേര്. അയ്യോ, ഹന്ത വിട്ടു പോയില്ലേ നമ്മുടെ ശ്രുതി ഗ്രീൻലാൻഡോ? ഇതെന്താ ഗ്രീൻലാൻഡ് എന്നിട്ടേക്കുന്നത്? അല്ല, ചന്ദ്രമതി ബ്യൂട്ടി വേൾഡ് അല്ലായിരുന്നോ? ഇതെങ്ങനെ ഗ്രീൻലാൻഡ് ആയി? അത് കൊള്ളാം, അമ്മയുടെ പേര് മാറ്റിയോ? ഓഹോ, ഇതെന്ത് പറ്റി എന്ന് പറഞ്ഞൊരു വെപ്രാളത്തോടു കൂടി ഇങ്ങനെ നേരെ അകത്തേക്ക് കയറി ചെല്ലുക. സഹിക്കാൻ പറ്റുമോ നമ്മുടെ ശ്രുതിക്ക് അമ്മയുടെ പേര് മാറ്റിയത്? ഏതായാലും നമ്മുടെ ശ്രുതി ഇടിച്ചു കുത്തി അകത്തേക്ക് കയറി ചെന്നു. അവിടെ ആരും ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും നോക്കിയില്ല. വെപ്രാളമായി പോയിട്ടോ നമ്മുടെ ശ്രുതിക്ക്. ഏതായാലും അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മീരയും അതുപോലെ തന്നെ ശ്രുതിയും സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ തന്നെ പെട്ടെന്ന് ഒരു പെണ്ണ് അങ്ങോട്ട് ചെന്ന് പറയുകയാണ്, അതെ പുറത്ത് അതേ ശ്രുതിയുടെ ഹസ്ബൻഡ് വന്നിപ്പോട്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ
ശ്രുതി ആണോ, എങ്കിൽ പിന്നെ കയറി വരാൻ പറയൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മീര പറഞ്ഞു, എടി എന്താടി എന്താടി നീ പറയുന്നത്, കയറി വന്നു കഴിഞ്ഞ് പ്രശ്നമാവൂലേ എന്ന് പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് ദേ നമ്മുടെ ശ്രുതി അകത്തേക്ക് കയറി വരികയും ചെയ്തു. വന്നെങ്കിൽ കയറി ഉടനെ തന്നെ, എന്താ ശ്രുതി ഞാൻ ഈ കാണുന്നത്, ശ്രുതി ഇതെന്താ ഗ്രീൻലാൻഡോ, ഇതിന്റെ പേരെന്താ നീ മാറ്റിയോ, ഇത് ചന്ദ്രമതി ബ്യൂട്ടി വേൾഡ് അല്ലായിരുന്നു, ഇതെങ്ങനെ ഗ്രീൻലാൻഡ് ആയതോ, ഇത് ഇത് നീ വല്ലാത്ത ചതിയാണല്ലോ ശ്രുതി കാണിച്ചത്. ഓഹോ, നീ അപ്പം ആളെ പറഞ്ഞ് പറ്റിക്കുമായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട്. ഇതിനിടയിൽ നമ്മുടെ ശ്രുതിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ശ്രുതിക്കൊന്നും പറയാനും വരുന്നില്ല. അപ്പോഴത്തേക്കും മീര് പറഞ്ഞു, അത് പിന്നെ റിപ്പയർ ചെയ്യാൻ കൊടുത്തേക്കോ പേരെന്ന്. റിപ്പയർ ചെയ്യാനോ? എന്ത് പേര് റിപ്പയർ ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്? ദേ വെറുതെ എന്നോട് നുണയൊന്നും പറഞ്ഞ് പഠിപ്പിക്കണ്ട. ഞാനേ അത്ര പൊട്ടനൊന്നും അല്ല, പേര് റിപ്പയർ ചെയ്താൻ കൊടുത്തിരിക്കുന്നു പോലും. അതിനു പകരം ഇവിടെ ഗ്രീൻലാൻഡ് എന്ന് എന്തിനാ എഴുതി വെച്ചിരിക്കുന്നത്? ആഹാ, അത് കൊള്ളാലോ, എനിക്കറിയണം, എനിക്കിപ്പം അറിയണം, എന്തിനാ ശ്രുതി നീ അമ്മയുടെ പേര് മാറ്റിയത്, എന്തുകൊണ്ട് നീ അത് ചോദിച്ചില്ല, നീ എന്തുകൊണ്ടത് പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാണ്ട് അങ്ങ് ഷൗട്ട് ചെയ്യാം. ഇത് കേട്ടോണ്ട് നമ്മുടെ ശ്രുതി പിന്നെ പറഞ്ഞു, അത് പിന്നെ അത് പിന്നെ ഞാൻ പറയുന്നൊന്ന് കേക്ക് ശ്രുതി, ഞാൻ ചുമ്മാ അങ്ങ് പേരൊന്നും മാറ്റത്തില്ലല്ലോ, അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ? ആ കാരണം എന്താന്നാ ഞാൻ ചോദിച്ചത്, പറ, ആ കാരണം എന്താ? പാവം എന്റെ അമ്മ ഈ പേര് ഈ ബ്യൂട്ടി പാർലറിനുണ്ടെന്ന് പറഞ്ഞോണ്ട് നാഴിക്ക് 40 വട്ടം പറഞ്ഞോണ്ട് നടക്കുന്നത് നീ കേൾക്കുന്നതല്ലേ, എന്നിട്ട് നിനക്ക് എങ്ങനെ തോന്നിയിടി ഈ പേര് മാറ്റാനായിട്ട്? അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയാണ്, ശ്രുതിയല്ല ശ്രുതി പറയാ, അത് പിന്നെ അതെ, ശ്രുതി ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ബ്യൂട്ടി പാർലറിൽ നിന്ന് എന്നെ ഫോൺ വിളിച്ചിരുന്നു. പിന്നെ ഇവിടെ അടുത്തുള്ള ബ്യൂട്ടി പാർലർ എല്ലാം എന്നെ നോട്ടം ഇട്ടിരിക്കുക. അവരെല്ലാം മത്സരിച്ച എന്നെ കൊത്തിക്കൊണ്ട് പോകാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പൊ അവര് വന്ന് എന്നോട് ചോദിച്ചു, അവരുമായിട്ട് ഒരു ഡീലിൽ പോകാൻ പറ്റുമോ? അത് മാത്രമല്ല, അവരുടെ ബ്രാഞ്ചിൽ നമ്മുടെ ബ്രാഞ്ചും കൂടെ ചേർക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ലാഭം ഉണ്ടാവും, അതിനോടൊപ്പം നമുക്ക് അതിനേക്കാളും ലാഭം ഉണ്ടാവും. അവർക്ക് ഒരു ബ്രാഞ്ച് മാത്രമല്ല, നമുക്ക് ഒരു ബ്രാഞ്ച് അല്ലേ ഉള്ളൂ, അവർക്ക് കുറേ ബ്രാഞ്ചുകളുണ്ട്. അതുമാത്രമല്ല, അവർ പേരെടുത്ത ഒരു ബ്യൂട്ടി പാർലർ തന്നെയാ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പം എന്റെ അറിയാലോ, എനിക്ക് ഈ ഒരു ബ്യൂട്ടി പാർലർ രംഗത്ത് നല്ല പേര് തന്നെയുണ്ട്. അപ്പൊ അവർക്ക് എന്നെ വേണമെന്ന് അതിയായ ആഗ്രഹം. ഞാൻ അവിടെ ചെന്നാല് അവർക്ക് നല്ല രീതിയിൽ തന്നെ അവരുടെ ആ ഒരു ബിസിനസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുമത്രേ. അതുപോലെ തന്നെ നമുക്കും ലാഭം ഉണ്ടാവുന്ന കേസല്ലേ, നമുക്ക് ലാഭം ഉണ്ടാവുന്ന കേസാണെങ്കിൽ അത് വിട്ടുകളയേണ്ട കാര്യമുണ്ടോ സുധി? അത്രയ്ക്ക് പൊട്ടിയാണോ ഞാൻ? അല്ലല്ലോ, നമുക്ക് ലാഭം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഈ ഗ്രീൻലാൻഡ് എന്നുള്ള പേര് ഇവിടെ വെച്ചിരിക്കുന്നത്. ചന്ദ്രമതി ബ്യൂട്ടി വേൾഡ് ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല. ചന്ദ്രമതി ബ്യൂട്ടി വേൾഡ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി പാർലറും കൂടെ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാ. ഒരു 2-3 മാസം അതിനുള്ളിൽ അങ്ങനെ ഒരു ബ്രാഞ്ച് കൂടെ ഞാൻ ഓപ്പൺ ചെയ്യും. ഇതിപ്പം അവരുടെ കൂടെ കൂടിയോട്ട് വൻപ ലാഭമാണ് നമുക്ക് ഉണ്ടായേക്കുന്നത്. ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞാലേ ഇവിടെ മാത്രമല്ല, അങ്ങ് ഫോറിനിലൊക്കെ ഉണ്ട്, പുറത്തും അതുപോലെ തന്നെ USA ഉണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ അവരുമായിട്ടുള്ള ഡീല് അത്യാവശ്യമാണ്. നമുക്കിപ്പം വേണ്ടത് നമ്മുടെ ബിസിനസിന്റെ മുന്നേറ്റം അല്ലേ, അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ പിന്നെ ഗ്രീൻലാൻഡ് ആണെങ്കിൽ എന്താ, ചന്ദ്രമതി വേൾഡ് ആണെങ്കിൽ എന്താ? ചന്ദ്രമതി വേൾഡ് നമുക്ക് തുടങ്ങാലോ, 2 മാസത്തിനുള്ളിൽ ഞാൻ തുടങ്ങുന്നു പറഞ്ഞല്ലോ. ഓഹോ, അതുകൊണ്ടാണോ അപ്പൊ നീ ഇത് ഗ്രീൻലാൻഡ് എന്നാക്കിയത്? അതേന്നെ, അതുകൊണ്ടാ ഞാൻ ഗ്രീൻലാൻഡ് എന്നാക്കിയത്. പിന്നെ ഇത് സർപ്രൈസ് ആയിട്ട് അമ്മയോടും സുധിയോടൊക്കെ പറയാനാണ് ഞാൻ ഇരുന്നത്. പെട്ടെന്ന് സുധി ഇങ്ങോട്ടേക്ക് കയറി വരുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമാവുമല്ലോ, അങ്ങനെ സർപ്രൈസ് തരാനിരിക്കായിരുന്നു എന്ന് പറഞ്ഞു. പോട്ടൻ അതൊക്കെ വിശ്വസിച്ചു കേട്ടോ നമ്മുടെ സുധി ചോദിച്ചു, ആണോ? ഓഹോ, അപ്പം നമുക്ക് ഒത്തിരി ലാഭം കിട്ടൂലേ? പിന്നെ ഒത്തിരി ലാഭം കിട്ടുമെന്നോ? ഇപ്പൊ എന്തേ ചന്ദ്രാസ് വേൾഡ് തുടങ്ങും, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് സുധീസ് വേൾഡും കൂടെ തുടങ്ങാം, ഒരു ബ്രാഞ്ച്. പിന്നെന്താ പ്രശ്നം ഇരിക്കുന്നത്? പിന്നെ സുധിക്ക് ജോലിക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നെ എൻ്റെ കൂടെ സഹായിക്കാൻ നിന്നാ മതിയല്ലോ. ഓഹോ, അങ്ങനെയാണോ? അങ്ങനെയാ സുധി ഒന്നും കൊണ്ടും പേടിക്കണ്ട. ദേ ഈ ശ്രുതി ഉണ്ടല്ലോ, ഈ ബ്യൂട്ടി പാർലർ രംഗത്ത് മികച്ച ഒരു ബ്യൂട്ടി പാർലർ തന്നെ തുടങ്ങും, നോക്കിക്കോ. അതും മാത്രമല്ല, ഈ ബ്യൂട്ടി പാർലർ രംഗത്ത് തന്നെ ഇവിടെ വെച്ച് ഏറ്റവും ഏറ്റവും നല്ലൊരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരാളായിട്ട് എന്നെ അംഗീകരിക്കുകയും ചെയ്യും. അത് ഉടനെ തന്നെ ഉണ്ടാകും. എല്ലാവരും എന്നെ കൊത്തിക്കൊണ്ട് പോകാൻ നിൽക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ, വെറുതെ പറഞ്ഞൊന്നും അല്ല കേട്ടോ. ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ആളും ഇവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ വേറൊരാളും ഉണ്ട്, അവരും എന്നെ കൊത്തിക്കൊണ്ട് പോകാൻ നോക്കി. പിന്നെ ഇവര് കൂടുതൽ വലിയ ആൾക്കാരായതുകൊണ്ടും ഫോറിൻ കൺട്രീസിലൊക്കെ ഇവർക്ക് ബ്യൂട്ടി പാർലർ ഉള്ളത് കൊണ്ടും പിന്നെ ഞാൻ അവരുടെ കൂടെ ചേർന്നത്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സുധിയുടെ കണ്ണങ്ങോട്ട് മഞ്ഞളിച്ചു കിട്ടോ. സുധിക്ക് അങ്ങോട്ട് ഇഷ്ടമായി. പിന്നെ സുധി കേട്ട മതി കേൾക്കാത്ത മതി, ആണോ എങ്കിൽ പിന്നെ ഞാൻ ഈ കാര്യം വീട്ടിൽ പോയെന്ന് പറയട്ടെ, അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവും. എല്ലാവരുടെയും മുമ്പിൽ എനിക്കൊന്ന് അഹങ്കരിക്കണം, ആഹാ എന്ന് പറഞ്ഞുകൊണ്ട്
നമ്മുടെ ശ്രുതി നേരെ വിട്ടടിച്ചു പോവുകയാണ് എങ്ങോട്ടേക്കും, ചന്ദ്രോദയത്തേക്ക്. ചന്ദ്രനെ അറിയിക്കാനും രവീന്ദ്രനെയും സച്ചിനെയും രേവതിനെയൊക്കെ അറിയിച്ചൊന്ന് പൊങ്ങച്ചം കളിക്കണമല്ലോ. പക്ഷെ പൊട്ടനെ അറിയത്തില്ലല്ലോ കാര്യം കാരണം എന്താണെന്ന്. ഏതായാലും പോയ സമയത്ത് നമ്മുടെ ശ്രുതിക്കൊന്നും തോന്നിയില്ല. അപ്പോഴാണ് മീര പറഞ്ഞത്, എടി നിന്റെ ഹസ്ബൻഡ് പോയിരിക്കുന്നത് വീട്ടിലേക്കാ. അവിടെ ചെന്ന് നിന്റെ അമ്മായിയമ്മയോടെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മായിയമ്മയ്ക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുവോ? എന്റെ ഈശ്വര, അയ്യോ വീട്ടിലേക്കാണല്ലോ പോയത്, അത് ഞാൻ മറന്നുപോയി. ഒരു കാര്യം ചെയ്യാം മീരെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീൽ ചെയ്തേക്കണേ. ഞാനേ പെട്ടെന്നൊന്ന് പോട്ടെ, ഞാൻ പോയി അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചില്ലെങ്കിൽ ശ്രുതി കുളവാക്കി കൈ തരുമെന്ന് പറഞ്ഞുകൊണ്ട് പുറകെ നമ്മുടെ ശ്രുതിയും കൂടെ പോവാണ് കേട്ടോ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിനെയാണ് കേട്ടോ. അപ്പൊ രേവതി ഈ പേപ്പേഴ്സ് എല്ലാം ശരിയാക്കാൻ വേണ്ടി ആ കാർ ഷോറൂമിൽ ചെന്നിരിക്കുകയാണ്, കൂടെ മഹേഷും ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ആ ഒരു കാർ ഷോറൂമിലെ മുതലാളി പറയുകയാണ്, പേടിക്കൊന്നും വേണ്ട രേവതി, ഇതെല്ലാം ഞാൻ ശരിയാക്കി തന്നോളാം, പേപ്പേഴ്സ് എല്ലാം ഒപ്പിട്ടൊക്കെ തന്നാൽ മതി, ബാക്കി ഒന്നും നോക്കേണ്ട കാര്യമില്ല. പിന്നെ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടൊരു 2-3 ദിവസം താമസം, അതിനുള്ളിൽ കാറ് നിങ്ങളുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും. പിന്നെ രേവതി സച്ചിക്ക് വേണ്ടിയല്ലേ, അതുകൊണ്ട് ഞാൻ ഇത്ര പെട്ടെന്ന് ഇതെല്ലാം തീർന്നു തരുന്നതെന്ന്. ഏതായാലും രേവതിക്ക് ഒരുപാട് സന്തോഷമാവും കേട്ടോ. അപ്പൊ രേവതി ഇങ്ങനെ ഇരുന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വപ്നം കാണുക തന്നെയാണ്, അവിടെ ഇരുന്ന് ഒപ്പിട്ടൊക്കെ കൊടുക്കുന്ന ആ കൂട്ടത്തിൽ തന്നെ തന്റെ ഭർത്താവിന് ആ ഒരു കാറൊക്കെ മേടിച്ചു കൊടുക്കുന്നതൊക്കെ. അപ്പൊ നമ്മുടെ രേവതി ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത് കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥയാണ് കേട്ടോ. ഇന്ന് നയനയുടെയും ആദർശിന്റെയും കഥ കിടക്കാച്ചി കഥ തന്നെയാണ്. നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ അനാമികയുടെ ആ ഒരു കള്ളത്തരം പൊളിച്ചടുക്കുകയാണ് നമ്മുടെ അനിയൻ. ഒരു കാമുകനുമായിട്ട് ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന നമ്മുടെ അനാമികയെ കൈയോടുകൂടി പൊക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സീനൊക്കെയാണ് വരാൻ പോകുന്നത്. മിസ് ചെയ്ത് കളയരുത്. ഞാൻ ഇപ്പൊ തന്നെ വരാട്ടോ കഥയുമായിട്ട്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കല്ലേ.